ദൈവവചനം ജീവനും എന്നുള്ളൊരു പാട്ട് പാടാൻ പറ്റും. ദൈവവചനം ജീവനും ശക്തിയുമാകയാ. ശക്തിയുമാകയാ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട നീതിയിലവൻ വാഴും. ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും വിശുദ്ധവുമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഫോൺസോ ജോർജ് എന്നാണ്. ഞാൻ കോട്ടയത്ത് കൊടുങ്ങൂർ എന്ന് പറഞ്ഞ ദേശത്താണ് എൻ്റെ വീടും. ഞാൻ അവിടെയാണ് ജീവിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങളോടുകൂടി ആയിരിക്കാൻ ദൈവം തന്ന വലിയ അവസരത്തിനായി ദൈവത്തിന് ഞാൻ വളരെയധികം നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സജി പാസ്റ്റർ ഞങ്ങളുടെ 14 മൈലിലായിരുന്നു. 2014 തൊട്ട് 17 വരെ 14 മൈൽ ചർച്ചിലായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴാണ് ദൈവസന്നിധിയിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും രക്ഷാനിർണയം പ്രാപിപ്പാനൊക്കെയും സഹായിച്ചു ദൈവം. അതിനായി തൻ്റെ മകനെ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചു. ആ ഒരു സ്നേഹത്തിലും ആ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങൾ ഇത്രയും നാൾ ഈ ഒരു 9 വർഷത്തോളം പല സാഹചര്യങ്ങളിൽ ഞങ്ങളായിരുന്നപ്പോഴൊക്കെയും എനിക്ക് വളരെയധികം സപ്പോർട്ടായിട്ടും വളരെയധികം കൈത്താങ്ങലായിട്ടൊക്കെയും ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത സജി പാസ്റ്ററായിരുന്നു. പാസ്റ്ററിൻ്റെ ഇവിടെയുണ്ട്. അവരൊക്കെയും ഞാൻ നന്ദിയോടുകൂടെ എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട്. അവരൊക്കെയും ദൈവം അവരെയൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചു. ഇന്ന് പകലൂടെ അവരോട് കൂടി ആയിരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അതിലുപരി ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിലൂടെയും എൻ്റെ ജീവിതത്തിൽ നടന്നതിനോർത്ത് ദൈവത്തെ ഞാൻ സകല മഹത്വവും സകല പുകഴ്ചയും സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കുമുള്ള ആ കർത്താവിനെ ഞാൻ ഇന്ന് മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിനെ സംബോധന ചെയ്ത് പരിചയമില്ല. ഞങ്ങളുടെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 പേരുള്ളൂ. അപ്പം എനിക്കറിയില്ല ഞങ്ങൾ എന്ത് സംസാരിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാവരെയും ദൈവം നടത്തി ഇവിടം വരെ എത്തിച്ചുവെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുവാനുള്ളതും ദൈവം എൻ്റെ നാവിൽ തരുമെന്ന്. കാരണം വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അധികാരികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്തെന്ന് ദൈവം നിങ്ങളുടെ നാവിൽ തക്ക സമയത്ത് തരുമെന്ന്. ഇന്ന് പകൽ ആ വിശ്വാസത്തോടുകൂടെ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് അത്യാവശ്യമാണ്. ഞാൻ എന്നെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫോൺസോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ടെക്നോ പാർക്കിൽ ഫേസ് 3 തോട്ട് ലൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലിയാണ്. അവിടെ ഒരു 4 വർഷമായിരിക്കുന്നു. എൻ്റെ പപ്പ മമ്മ അവർ ദൈവവേലയിൽ ആയിരുന്നു. ഇപ്പോൾ സഭാ ശുശ്രൂഷയില്ല, ദൈവവേലയിൽ തന്നെ ഇരിക്കുന്നു. ചേച്ചിയുണ്ട് എനിക്ക്. ആ ചേച്ചി ഡോക്ടറാണ്. ചേച്ചി റാന്നിയുടെ പ്രദേശത്ത്. ചേച്ചി മാരീഡാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് പുഷ്പഗിരിയിൽ ജോലിയുടെ ബന്ധത്തിലായിരിക്കുന്നു. അവർക്കൊരു കുഞ്ഞുണ്ട്. ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ ഫാമിലി. അപ്പം ഇത്രയൊക്കെയും ആയിരുന്നിട്ടും ദൈവസന്നിധിയിൽ വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തിരിച്ചറിയുവാൻ വളരെയധികം സമയം വേണ്ടി വന്നു. ഞാൻ 2007 രക്ഷയേറ്റു പറഞ്ഞ് സഭയിൽ സ്നാനപ്പെട്ടുവെങ്കിലും ഞാനങ്ങനെ കൊള്ളരുതാത്തവനായി ജീവിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നല്ല ഡീസൻ്റായിട്ടൊരു കള്ളൻ എന്നുള്ളൊരു പറയുന്ന ഒരു പ്രയോഗമായിരിക്കും ഞാൻ തന്നെ എന്നോട് പറയുന്നത്. കാരണം ലോകം നോക്കുമ്പോൾ ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചു. ലോകം നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാത്തൊരാളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവവചനത്തിൻ്റെ ആ ഒരു സത്യത്തെ തിരിച്ചറിയുവാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥ ചിലപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചുവെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ ദൈവജനത്തിന് മുമ്പിൽ ഞാൻ നന്നായിട്ട് ആരാധിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകളെ പറ്റിയുള്ള ഒരു
ഒരു ഒരു ഒരു വെമ്പൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവത്തോട് അടുക്കുവോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള സകല മാർഗവും തേടി നടക്കുമായിരുന്നു. ഞാൻ ഹോസ്റ്റലിലാണ് വളർന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വരുവാൻ ഒരു സാഹചര്യവുമില്ലായിരുന്നു. എന്നാൽ എൻ്റെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറയുമ്പോൾ അവരെന്നോട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, മോനെ നമുക്ക് പ്രാർത്ഥിക്കാം. അന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അരോചകമായിരുന്നു. കാരണം എന്തു പറഞ്ഞാലും എന്തിനാണ് എൻ്റെ അപ്പനും അമ്മയും എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മോനെ. അങ്ങനെ അവരെന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, ദൈവമുണ്ടെന്നൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞ് അവരുടെ ഒരു 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 ഹൃദയത്തിനൊരു ആശ്വാസം, അല്ലെങ്കിൽ അവർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനൊക്കെയും ദൈവത്തെ പിടിക്കുന്ന ഒരു ബലഹീന മനുഷ്യരുടെ ഒരു 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 അടിസ്ഥാനമില്ലാത്ത ബലമായിട്ടാണ് എനിക്ക് ദൈവത്തെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദൈവവചനത്തിൽ ഞാൻ ഹോസ്റ്റലിലാണല്ലോ വളർന്നത്. അതിനുശേഷം ഞാൻ ഒരു കൊല്ലം എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു ആവശ്യം വന്നു. കാരണം ഞാൻ കോളേജിൽ പഠിച്ചത് പാലായിലാണ്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയി വരേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അതുവരെയും ഞാൻ വീട്ടിൽ ചെല്ലാത്ത പക്ഷം ഞാൻ എപ്പോഴും കൂട്ടുകാരുമായി ഒത്തു ജീവിച്ചിരുന്നു. അവരൊന്നും വിശ്വാസത്തിലൊന്നും ഉള്ളവരില്ലായിരുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെതായ രീതികളിൽ ഞാൻ ജീവിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവസന്നിധിയിൽ ദൈവം എന്നെ വേർതിരിച്ചു കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് മറ്റാരും സഹായമില്ല, എനിക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനോ എനിക്ക് സംസാരിക്കുവാനോ ഒന്നും ആരുമില്ലാതിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. ആരോടും എനിക്ക് ഒരു തരത്തിലും എനിക്ക് ആരെയും എൻ്റെ അടുക്കലേക്ക് വരുത്തുവാൻ തോന്നുന്നില്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് ദൈവത്തിൻ്റെ ദാസൻ, ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നു എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദാസൻ 14 മൈൽ വരികയും എൻ്റെ പപ്പയുടെ പെങ്ങളും അളിയനും ഒക്കെ 14 മൈൽ ചർച്ചിലാണ്. വളരെ യാദൃശികമായി ഞാൻ എൻ്റെ പപ്പയുടെ പെങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അന്ന് വൈകിട്ട് എബി, ഹെലൻ, എൻ്റെ കസിൻസാണ്, അവരന്ന് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ശനിയാഴ്ച വൈകിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബേബി പറഞ്ഞു, അച്ഛാ നമുക്ക് നാളെ 14 മൈൽ ചർച്ചിൽ പോവാം. ഞാൻ പറഞ്ഞു, ഞാൻ 2-3 ആഴ്ചയായിട്ട് ചർച്ചിൽ പോകുവാണെന്ന് പറഞ്ഞിറങ്ങുന്നതല്ലാതെ ഞാൻ ചർച്ച് വരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പല സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ പിള്ളേർ വിളിച്ചതല്ലേ, എന്നാൽ ഞാൻ പോകാം എന്ന് വിചാരിച്ച് ഞാൻ ദൈവസന്നിധിയിൽ അന്ന് ചർച്ചിലേക്ക് പോകാൻ തക്കനോടെയായി. എന്നാൽ അന്ന് ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിച്ചത്, ഞാൻ പല ഭാഗത്ത് നിന്ന് പല സമയങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഒരുവൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഇന്ന് പകൽ ചിലപ്പോൾ എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ദൈവജനത്തോട് പറയുവാനുള്ള കാര്യമേ ഉള്ളൂ, നമ്മൾ കേട്ട വചനം തന്നെ ആയിരിക്കാം. ഇന്നത്തെ വചനം, ഇന്ന് കേട്ട ആ ഒരു സങ്കീർത്തനം പല സമയങ്ങളിലായി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് കേൾക്കുവാനും കേൾപ്പിക്കുവാനും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കല്ല് പൊട്ടിക്കുവാൻ ഒരു ചുറ്റിക എടുത്തിട്ട് ഒരു കൽപ്പണിക്കാരൻ 1-ാമത്തെ അടി അടിച്ചു, പൊട്ടിയില്ല. 2-ാമത്തെ അടി അടിച്ചു, പൊട്ടിയില്ല. 10 അടി അടിച്ചു, പൊട്ടിയില്ല. 25 അടിച്ചു, പൊട്ടിയില്ല. പക്ഷെ 50-ാമത്തെ അടിയിൽ പൊട്ടി. ചിലപ്പോൾ അടി ഒന്നായിരിക്കും, പക്ഷെ അതിൻ്റെ ഘനം തീരുമാനിക്കുന്നത് ആ അടി കൊള്ളുന്ന വസ്തുവാണ്. വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേട്ട വചനം തന്നെ ആയിരിക്കാം. എന്നോടും അന്ന് വചനത്തിനോട് സംസാരിച്ച അതേ കാര്യം തന്നെയാണ്. ഒരുവൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു ഭാഗം അതിനോട് തിരിച്ച് ചിന്തിച്ചത്, സർവ്വലോകവും നേടിയാലും നിനക്ക് ആത്മാവിനെ നഷ്ടമാകുവാൻ കഴിയുമെന്നുള്ളൊരു ബോധം എനിക്ക് അന്നുണ്ടായി. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ബലഹീനതകളെയാണ്. കാരണം എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ കടന്നു പോകുന്ന കഷ്ടതകൾ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ ചിലപ്പോൾ നമ്മൾക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. അതെന്നെ പിന്നെയും ബലഹീനനായി നമ്മളെ വേർതിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾക്കതൊക്കെയും കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി.
കാരണം ദൈവത്തിന്റെ പദ്ധതി ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ട് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ ദൈവം കൊണ്ടുവന്നു എന്നുള്ളൊരു ബോധം നമുക്ക് വരണമെങ്കിൽ ഈ കഷ്ടതയിലൂടെ കടന്ന് അതിൻ്റെ അപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചെങ്കടൽ കടന്നാണല്ലോ കർത്താവെ ഞാൻ ഇപ്പോൾ ഇവിടെ അനുഗ്രഹം പ്രാപിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാകും. അന്ന് ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല ഈ വചനത്തിന് എന്നെ നയിക്കുവാൻ ഒരു വഴി കാട്ടുവാനുണ്ടായിരുന്നു. ഈ വചനം 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ എനിക്ക് വേണ്ടി തകർന്നു എന്നുള്ളൊരു ബോധം എൻ്റെ ഉള്ളിലാക്കുവാൻ ഞാൻ ഒറ്റപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അന്ന് പരാതികൾ കൂടുതലായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ ഞാൻ ചെയ്യുവാൻ ഞാൻ ഫോഴ്സ്ഡ് ആയിരുന്നു. എൻ്റെ കൂടെയുള്ള എൻ്റെ സമപ്രായക്കാരൊക്കെയും ആനന്ദിച്ച് സന്തോഷിച്ച് നടക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല? എൻ്റെ കൂടത്തെയുള്ള കൂട്ട സഹോദരന്മാർ, എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഞാൻ കോളേജിലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെയും അവരുടെ അപ്പന്മാരൊക്കെയും വളരെ രീതിയിൽ അല്ലാത്ത രീതിയിലൊക്കെയും അവരെ സന്തോഷിപ്പിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ സംസാരിക്കുന്നില്ല? പല പരാതികൾ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ പരാതികൾക്കൊന്നും എനിക്ക് അന്ന് ഉത്തരം കിട്ടിയില്ല. ഇന്ന് എനിക്ക് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുവാനുള്ള ഒരു ഒറ്റ കാര്യം, ഇന്നിപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥകളായിരിക്കും. എന്തിനെന്നോട് ഇത് സംഭവിക്കുന്നത്, എന്തിനെനിക്കിത് ഭവിക്കുന്നു? പക്ഷെ ഇന്ന് ഞാൻ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഇപ്പോൾ നിനക്ക് മനസ്സിലാകത്തില്ല. കാരണം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം ദൈവം തനിക്കായി തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം അവനായി കാത്തിരിക്കുന്നുവെന്ന്. ഇന്ന് പകൽ ഞാൻ പരീക്ഷ സഹിക്കുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇന്ന് ആ പരീക്ഷകൾ നിൽക്കുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുടെ കിരീടം നമുക്കായി കാത്തിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടന്നു വരുവാൻ തക്കണമിടയായി തീരും. ആ അവസ്ഥകളൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് പരാതികൾ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവവചനത്തിലേക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ എൻ്റെ പരാതികൾക്ക് പകരം കർത്താവെ, ഞാൻ പാപിയായിരുന്നപ്പോൾ, എൻ്റെ അടിസ്ഥാനങ്ങൾ ഒന്നും ഉറയ്ക്കാതിരുന്നപ്പോൾ, ആ സ്നേഹം എന്നെ തേടി ക്രൂശിൽ തകർന്നുവല്ലോ എന്നൊരു ബോധം എൻ്റെ ഉള്ളിൽ ആക്കുവാനാണല്ലോ കർത്താവെ ഈ കഷ്ടതയിലൊക്കെയും കടന്നുപോയത് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ഇന്ന് പകൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയുവാനല്ല, എൻ്റെ ബലഹീനതയാണ് എൻ്റെ കർത്താവിൻ്റെ ബലമായി എൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രശംസിപ്പാൻ മറ്റൊന്നുമില്ല. ക്രൂശിൽ ബലഹീനനായി കിടന്ന് കർത്താവിലല്ലാതെ, ആ ബലത്തിലല്ലാതെ എനിക്ക് മറ്റൊന്നിലും പ്രശംസിപ്പാനില്ല. ഇന്ന് പകൽ എൻ്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാൻ ഒന്നേ ഉള്ളൂ, നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. അവർക്കത് കേൾക്കുമ്പോൾ ഭോഷത്വമായും അയ്യേ ഇവൻ എന്ത് മണ്ടത്തരമാണ് വിളിച്ചു പറയുന്നതെന്ന് വിചാരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ കേട്ട വചനം പോലെ ധൈര്യത്തോടെ അത് പ്രസ്താവിക്കുന്നുവെങ്കിൽ തുണയായ ഒരു കർത്താവ് നമുക്ക് ഉയരത്തിലുണ്ട്. അത് ഈ ലോകത്ത് നമുക്ക് പറയുവാൻ സാധിക്കണമെങ്കിൽ ധൈര്യം നമ്മുടെ ഉള്ളിൽ വേണം. ഞാൻ വേഗത്തിൽ വായിച്ചു കൊള്ളട്ടെ. അപ്പോസ്തലപ്രവൃത്തി 4:12-13 ഒന്ന് വായിക്കാമോ? മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഇത് പറയുന്നത് ആരാന്നറിയാമോ? സാമാന്യരും അങ്ങേയറ്റം സാധാരണക്കാരുമായ 2 വ്യക്തികളാണ്. ഇത് പറയുന്നത് അനേകം ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അവിടെ അതിന്റെ 13ാമത്തെ വാക്യം ഒന്ന് ചേർന്ന് വായിക്കാമോ? പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന്
കണ്ടോ, നീ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നിനക്ക് മനസ്സിലാകത്തില്ല എന്താണ് അത് മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്നതെന്ന്. ഇന്ന് കേട്ട പോലെ നമ്മൾ പറയുന്ന വാക്കുകളുടെ ശക്തി ചിലപ്പോൾ അവർക്ക് അവരുടെ നരകത്തെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീരുമായിരിക്കും. ഇന്ന് പകൽ ദൈവവചനം നമ്മൾ കേട്ടുവല്ലോ. ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തോട് അടുത്ത് വരുവാനുള്ള ധൈര്യം നമുക്ക് കിട്ടിയില്ലേ? ഇന്ന് പകൽ ആ വചനവുമായി നമ്മൾ ദൈവസന്നിധി അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ പറയുവാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നുവെങ്കിൽ മറ്റൊരുത്തന്റെ രക്ഷയിലേക്ക് നമുക്ക് നയിക്കുവാൻ ഒരു കാരണമായി ഈ വചനം മാറും. നമ്മളെ സ്വാതന്ത്ര്യരാക്കിയ അതേ വചനം ഇന്ന് പകൽ അനേകർക്ക് സ്വാതന്ത്ര്യം വരുത്തേണ്ടതിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവൻ്റെ മക്കളായി അവനെ അനുസരണത്തിൽ അവൻ്റെ വചനം അനുസരിക്കുന്നതിൽ അവൻ്റെ മക്കളുടെ ഫലം അനേകർ കാണുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ദൈവവചനം നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവവചനത്തിന് മുമ്പിൽ നമ്മൾ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായി. മനുഷ്യൻ വെറും ശ്വാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഈ ശ്വാസം നിലച്ചു പോകുന്നതിന് മുൻപ് എൻ്റെ കൂട്ടത്തിലുള്ള ഒരുവനെങ്കിലും എൻ്റെ വായിൽ നിന്ന് ഈ രക്ഷയെ കേൾക്കണം. അവൻ നിങ്ങളെ കളിയാക്കും കേട്ടോ. ഓഫീസിലൊക്കെ ചെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ പറയുന്നത്, നീ വെറും മണ്ടനാണ്, ദൈവം വരുമെന്നോ, നീ എന്തോ ഈ പറയുന്നേ? പക്ഷെ അതിൻ്റെ വിശ്വാസവും അതിൻ്റെ പ്രവൃത്തി അവൻ്റെ കയ്യിലുമാണെന്നുള്ള ഉറപ്പെൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം അവൻ മടങ്ങി വരുമെന്ന് പറയുവാൻ ഒരു മടിയും നമ്മൾക്ക് വിചാരിക്കേണ്ട കേട്ടോ. കാരണം ആ മടി ചിലപ്പോൾ നമ്മുടെ ധൈര്യത്തെ എടുത്തു കളയും. ഇന്ന് പകൽ ദൈവമാണ് എനിക്ക് തുണ എന്നുള്ളൊരു ധൈര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ ഇന്ന് പകൽ ആ വചനം നമ്മളെ അധികമായി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവത്തിൽ വിശ്വസിക്കുന്ന അനേകരുടെ ഓഫീസിലുണ്ട്, ക്രിസ്ത്യാനികൾ എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ. എന്നാൽ അവരോട് ചോദിക്കുവാൻ ഒരു ചോദ്യം എന്ന് നമ്മുടെ പക്കത്തുണ്ട്. ദൈവവചനം നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവവചനം നിങ്ങൾക്ക് എത്രത്തോളം എന്താ പറയുന്നത് ഒരു നിർബന്ധമാണ്. പലപ്പോഴും ദൈവ സന്നിധിയിൽ വന്നിട്ട് ദൈവവചനത്തോടൊരു ഞാൻ ആരംഭത്തിലൊക്കെ ജീവിച്ചത് ദൈവസന്നിധിയിൽ വന്ന് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഒക്കെ ചെയ്തു. പക്ഷെ ദൈവവചനത്തോടൊരു ഒരു പ്രതിബദ്ധത എനിക്കുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രമാണിക്കണമെന്നൊരു ആവശ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവവചനം വിശ്വസിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് ദൈവവചനം പ്രമാണിക്കുക എന്നുള്ളത്. ദൈവവചനം വിശ്വസിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റിനുമുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തെ പ്രമാണിക്കുവാൻ തയ്യാറായ ഒരു ജനമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം തൻ്റെ ഉയരത്തിലുണ്ട് എന്ന് നമുക്കറിയാൻ ഇടയാകും. ഇതിനാധാരമായി ഞാനൊരു വാക്യം വായിക്കുവാനിട ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. അമേൻ, അമേൻ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അല്പസമയം 5 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു ജീവിച്ച ഒരുവനായിരുന്നു ഞാൻ. എന്നാൽ അവനെ അനുസരിക്കുവാൻ ഒരു പ്രയത്നമോ ഒരു കാര്യമോ ഞാൻ ചെയ്തിരുന്നില്ല. എന്നാൽ ദൈവവചനത്തിൻ്റെ വെളിപ്പാട് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് തീരുന്നില്ല. സ്നാനം പലർക്കും സ്നാനപ്പെട്ടിട്ട് തിരിച്ച് പള്ളികളിൽ പോകും, മറ്റു കാര്യങ്ങളിൽ പോകുന്നവരുണ്ട്. കാരണം സ്നാനം കൊണ്ട് അവർ അവസാനിപ്പിച്ചു. എന്നാൽ സ്നാനം കഴിഞ്ഞ് ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൂട്ടി വരുത്തി എന്ന് ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ അനേകരെ ദൈവത്തിൻ്റെ ആ ഒരു തീയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു വരുത്തുവാൻ, അവരെ ആഹ്വാനം ചെയ്യുവാൻ ദൈവവചനം നമ്മളെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിത്തീരും. ഇന്ന് പകൽ ഇവിടെ നിൽക്കുമ്പോൾ ദൈവവചനം അനുസരിക്കുവാനുള്ള ചെറിയ ഒരു ആലോചന, ദൈവവചനം വിശ്വസിക്കുന്നതിനും അപ്പുറം ദൈവവചനം അനുസരിക്കുവാനും ആ അനുസരണത്തിൻ്റെ ഭാഗമായി ദൈവവചനത്തെ അനേകരിലേക്ക് രക്ഷയുടെ ആ ഒരു സന്തോഷം
അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.